വഴക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വെള്ളക്കട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. അനന്തു പഠിച്ച സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരം? ാണ് എത്തിയത്. ഈ അനന്തുവിന്റെ ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, അധ്യാപകർ, അനന്തുവിന്റെ സഹപാഠികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് ഈ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. വളരെ ഒരു നിർധന കുടുംബത്തിലാണ് അനന്തു ജനിച്ച് വളരെ കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ താണ്ടി വേണം സ്കൂളിലെത്താൻ. പൂർണ്ണമായൊരു വന മേഖലയാണ്, വനത്തിനകത്താണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നത്. അതായത് ഇവർക്ക് ഒരു പൊതു ശ്മശാനം പോലും ഇല്ല. വനഭൂമിയിൽ ഈ കുഴിച്ച് മൂടുക എന്ന ഒരു രീതിയാണ് വർഷങ്ങളായി തുടരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് അനന്തുവിന്റെ മൃതദേഹം സംസ്കരിക്കുക. അനന്തുവിനെ സ്കൂളിൽ പൊതുദർശനത്തിന് അല്പസമയം വെച്ചിരുന്നു. 10 മിനിറ്റിൽ താഴെ മാത്രമാണ് വെച്ചത്. അവിടെ തന്നെ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിൽ പൊതുദർശനത്തിനായി നിരവധി പേർ എത്തി. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കം നിരവധി പേരാണ് ഈ അനന്തുവിനെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.